ഞങ്ങൾ ലേയിൽ നിന്ന് അടുത്ത പരിപാടി നേരെ കർദുങ്കുലിയിലേക്കാണ്. കർദുങ്കുലിയിലേക്ക് പോകാനായിട്ട് രാവിലെ ഇറങ്ങി. പക്ഷേ വഴിയിൽ ചെറിയൊരു പണി കിട്ടി, ബ്ലോക്കാണ്. വഴിയിൽ പണി നടക്കുക. അപ്പോൾ അത് കാരണം വണ്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മുകളിൽ JCB പണി നടത്തുന്നുണ്ട്. അവിടെ നിന്ന് പാർക്കലൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. വലിയ കല്ലുകളൊക്കെ ഉരുണ്ട് വീഴുന്നുണ്ട്. കാരണം ഇനി അത് ക്ലിയർ ചെയ്യാതെ പോകാൻ പറ്റുകയില്ല. അവിടെ പാറയടിച്ചിലുണ്ടായതാണ്. അത് ക്ലിയർ ചെയ്യണം. ഇവിടെ JCB റോഡ് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് റോഡ് ഓപ്പണാക്കി. അപ്പോൾ വണ്ടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. കുറേ വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് സീസണല്ല, അത് കാരണം ഒത്തിരി തിരക്കൊന്നുമില്ല. ഇത്ര ആളുകളെ കാണുന്നുള്ളൂ. ഇന്ന് മഞ്ഞ് വീഴാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. മഞ്ഞൊന്നും വീഴാതിരുന്ന അടിപൊളിയായിട്ട് നമ്മുടെ ഇന്നത്തെ പ്ലാൻ നടക്കും. അല്ല നമ്മൾ ഇത്തിപ്പെടും. ഈ കല്ലൊക്കെയാണ് ചുമ്മാ ഉരുണ്ടിങ്ങി വീഴുക രാത്രിയിലൊക്കെ. രാവിലെ വന്ന് ഇവര് അമ്മമാര് JCB ഓരോ സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുവാ. പട്ടാളത്തിൻ്റെ മിലിറ്ററിയുടെ സാധനം കേട്ടോ. മിലിറ്ററിക്കാരാണ്. 2 JCB ഉണ്ട് ഇവിടെ. പൊടി പടലങ്ങൾ. ആ ട്രാവലറിന്റെ പുറകെ വെക്കും, റോഡൊന്നും നോക്കണ്ട. ഇവിടെയാണ് രാവിലെ പ്രശ്നം വന്നിരുന്നത്. ഇവിടുന്ന് JCB ക്ലിയർ ചെയ്ത് തന്നെ. ഇതിൻ്റെ 2ാം ഘട്ടം മുകളിലും. അപ്പം 3 ഭാഗത്തായിട്ട് ക്ലിയറിങ്ങാണ് നടന്നത് രാവിലെ. ഒരു വഴിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് അടുത്ത വഴിയിലേക്ക് ഇടുക ചെയ്യുന്നവർ. പിന്നെ താഴെ നിന്ന് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക്. വീണ്ടും നമ്മളൊരു 2 കിലോമീറ്റർ കയറുന്നപ്പോൾ വീണ്ടും ഇതേ വഴി ബ്ലോക്ക്. ഇവിടെ മണ്ണിടിച്ചിൽ JCB പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ലേറ്റാവും കർദുങ്കുല എല്ലാനായിട്ട്. ഞാൻ പറഞ്ഞ അവിടുത്തെ ഷിക്കുക. അതുപോലെ നമുക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ വണ്ടി ചെക്ക് ചെയ്യാണ്. വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടുതാണ് ചെക്ക് പോയിന്റ്. അവിടെ ചെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഡീറ്റെയിൽസ് കൊടുത്തു നമ്മൾ പോവാം. ഇതാണ് റോക്താങ്ങിലേക്ക് കർദുങ്കുല. ഇതാണ് കർദുങ്കുലയിലേക്കുള്ള നമ്മുടെ റോഡ് കിടക്കുന്നത്. ഓൾറെഡി ഇന്നലെയൊക്കെ മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. അതിൻ്റെ നമുക്ക് മഞ്ഞ് ഇവിടെ കാണാം. ചിലപ്പോൾ ടോപ്പിൽ ചെല്ലുമ്പോൾ നല്ല മഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ട്. റോഡിങ്ങനെ കിടക്കുക. പോകുന്ന വഴിക്ക് നമ്മുടെ ഓപ്പോസിറ്റ് മിലിറ്ററിയുടെ കോൺവോയ് വരുന്നുണ്ട്. സ്റ്റാലിനാണ് വരുന്നത്. നമുക്ക് ആ വീഡിയോ നമുക്ക് എടുക്കാം.
നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. താഴെ നിന്നുള്ള വഴി കയറി ആ മഞ്ഞുമലകൾക്കിടയിൽ കൂടെ ഇത് വരുന്നത്. ആ വഴിയാണ് ഇപ്പോൾ സ്റ്റാലിൻ പട്ടാള വണ്ടി ഇറങ്ങി പോകുന്നു. ഇത് ഈ താഴെയൊക്കെ വീണ് കൊക്കയിലേക്ക് പോകുന്ന വണ്ടികളായത്. അതെടുത്ത് BRO ഓരോ സൈൻ ബോർഡായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കർദുംഗ്ല പാസിലെത്തി. നേരത്തെ ആദ്യത്തെ മോട്ടോർ ബ്ലോഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ മോട്ടോർ ബ്ലോഡല്ല. കർദുംഗ്ല പാസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കർദുംഗ്ല പാസിലേക്ക് அந்த முனையில போவோமா? நீ தலையை மூடியா, அப்பதான் அவனுக்கு சரியா இருக்கும். தலையை மூடலன்னா பயங்கர கஷ்டம். ഇതാണ് കർദുംഗ്ല വേൾഡ് ഹയസ്റ്റ് കഫേ. കർദുംഗ്ല 18,380 ഫീറ്റ് കർദുംഗ്ല കഫേയാണിത്. ഇവിടെ ഒരു ATM ഉണ്ട് കർദുംഗ്ലയിൽ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ATM ആണിത്. ആ ഒരു ഖ്യാതി ഈ ATM-നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചായ കിട്ടും കേട്ടോ. സ്ഥലം ഏറ്റവും മേലെ കർദുംഗ്ല മേലെ ചായ കിട്ടും. ഒരുപാട് റൈഡേഴ്സൊക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. റൈഡേഴ്സിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സൊക്കെ കാണാൻ പോയി. ഒരു പയ്യ അതുകൊണ്ട് ഇവിടെ വന്നു. അടുത്തുള്ള ബോർഡ് കണ്ടു. ഇവിടെ ആർമിയുടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. കാരണം ഈ അടുത്ത ദിവസങ്ങളുടെ മുട്ടകൾ മഞ്ഞ് വീഴ്ച പറയുന്നു. അപ്പം അതുകൊണ്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. ഈ മുകളിൽ കാണുന്നതാണ് കർദുംഗ്ല ഗോംബ. കർദുംഗ്ലയിലുള്ള ഒരു ഗോംബയാണിത്. അങ്ങോട്ട് കയറാനായിട്ട് ഇതാ വഴി. മഞ്ഞ് വീണ് കിടക്കുവാണ്. കയറുന്നില്ല എന്തായാലും. ചെറിയ ഗോംബയാണ്. നമുക്ക് വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാനുള്ളതൊന്നുമില്ല. ചെറിയൊരു ഗോംബയാണ്. ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. വലിയ മഞ്ഞ് ഇവിടെ ആയിട്ടില്ല. നമുക്ക് നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ മഞ്ഞും കാര്യങ്ങളും ഉള്ളൂ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. നമുക്കിവിടെയാണ് ആ ഒരു സാധനം ഉള്ളത്. കർദുംഗ്ലയുടെ വെൽക്കം സി ബോർഡർ ഓർഗനൈസേഷൻ, ദ ടോപ്പ് ഓഫ് ദി വേൾഡ്, മൈറ്റി കർദുംഗ്ല, യുവർ അഡ്വഞ്ചർ ഈസ് സൈഡ് അവർ ഡെയിലി റുട്ടീൻ. അതാണ് ഇതിന് തന്നെ വേറൊരു സാധനമുണ്ട്. അത് അപ്പുറയാണ്. അങ്ങോട്ട് പോകാം. ഇവിടെയുണ്ട്. ഇവിടെ പണികളൊക്കെ നടക്കുവാണ്. ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഈ പണിക്കാരെ. നമുക്കിത് വഴി ഒന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെയുള്ളത് കർദുംഗ്ല ടോപ്പ്, നോർത്ത് കുള്ളു 14 കിലോമീറ്റർ, ഖൽസാർ 54, നുബ്ര 86 കിലോമീറ്റർ, സിയാച്ചിൻ ബേസ് ക്യാമ്പ് 164. In memory of 13 men of 201 engineering regiment who lost their lives for the Kardungla. 13 പട്ടാളക്കാർ ഇവിടെ മരിച്ചു. 201 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയറിംഗ് റെജിമെൻറ്റിലെ അവരുടെ മെമ്മറിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫലകമാണിത്. ഈ ഒരു റോഡിൻ്റെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ലേയിൽ നിന്ന് നമ്മൾ നേരെ കയറി വന്ന് കർദുംഗ്ല നേരെ നമ്മൾ നുബ്ര വാലി, തുർത്തുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഈ തുർത്തുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ 1971 വാർ സമയത്തൊക്കെ അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശരിക്കും ലഡാക്കിൽ നിന്ന് വേറെ വഴിയില്ല. ആ സമയത്താണ് ഈ ഒരു റോഡിൻ്റെ ആവശ്യകത വന്നത്. അങ്ങനെ 201 എഞ്ചിനീയറിംഗ് റെജിമെൻ്റാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് 1971. അവരാണ് ഈ ഒരു റോഡ് ഫിനിഷ് ചെയ്തത്. അതിന് ശേഷം ഇപ്പോൾ ഇവിടുന്ന് ലേയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ പട്ടാളത്തിന് കർദുംഗ്ല വഴി നുബ്ര വാലിയിലേക്കും തുർത്തുക്കിലേക്കുമൊക്കെ നമ്മൾ അതിർത്തിയിലേക്കൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്ന റോഡാണ്. അത് സിവിലിയൻസിന് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നതേ ഉള്ളൂ.
നേരത്തെ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോർ റോഡ്. പക്ഷെ ഇപ്പോൾ ഇത് മാറി പൊമിംഗ്ല പാസ് ഉണ്ട്, അത് ഹാൻലേയിലാണ് ഇവിടുത്തെ. എടാ ഡാഷിൻ്റെ ആ മുകളിൽ ഗ്ലാസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് ഹാൻലേയിലാണ്, അത് നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് കർദുംഗ്ല പാസ്. ATC ഓഫറുടെ 17,982 അടിയും മേളിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ്. അറിയട്ടെ, നാളെ പറഞ്ഞു പോകാൻ സത്യമായിരുന്നല്ലേ. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥയിൽ പാടാ. പവർ ഓഫ് ATC ഇവിടെയോട്ട് ഒട്ടിച്ചു എന്നാ അവിടെ ഒട്ടിക്കും. തുടച്ചേക്ക് മഞ്ഞയാണ്. ഓ കിട്ടി ഞാൻ എടുത്തു. യെസ്, പൊളി, കുഴപ്പമില്ല. ഒട്ടിക്കുക, അതിൻ്റെ സാധനം എടുക്കുക എന്നുള്ളൂ. ഞങ്ങളിവിടെ ഞങ്ങളുടെ ATCയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇവിടെ എടുക്കട്ടെ. വാ, അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയും നുബ്രാവാലി വഴി തുർത്തുക്ക് ലക്ഷ്യമാക്കി പോകാനുള്ള ശ്രമത്തിലാണ്. വണ്ടി ഓഫ് ചെയ്തിട്ടില്ല. വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പാടായിരുന്നു. നമ്മുടെ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വണ്ടി നാട്ടി ശീലിച്ചാർന്നായിരിക്കും ഇത് നല്ല പുകയാണ് തള്ളുന്നത്. വെള്ളപ്പുക വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓഫ് ചെയ്യുന്നില്ല. ഇനിയും വണ്ടി ഓഫ് ചെയ്യുന്ന 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കയറിക്കോ. കർദുംഗ്ല. പക്ഷെ വെയിൽ നമുക്ക് കൂടുതലും അവിടെ നിന്നാണ് ഇങ്ങോട്ട് അടിക്കുന്നത്. അത് കാരണം കറക്റ്റായിട്ട് നമ്മുടെ മുഖത്തേക്ക് വെയിലടിക്കുന്നൊരു സംവിധാനം അവിടെ. അപ്പം ഞങ്ങൾ കർദുംഗ്ലയിൽ നിന്ന് വിടുവാണ്. ഇനി തുർത്തുക്ക ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാപ്പിൻ്റെ കാര്യമാണ്. മാപ്പ് നമുക്ക് കിട്ടത്തില്ല, കാരണം ഓഫ് റോഡ് മാപ്പ് ഉപയോഗിക്കണം. മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് കിട്ടും. അപ്പോൾ കർദുംഗ്ലയോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ യാത്രയാകുകയാണ്. അങ്ങനെ കേരളത്തിൽ നിന്നും നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കർദുംഗ്ല ഫിനിഷ് ചെയ്യണം എന്നുള്ളത്. വണ്ടി ഓടിച്ചു തരണമെന്നുള്ളത്. കർദുംഗ്ല ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, ബൈക്കിനാണ്. ഇപ്രാവശ്യം വണ്ടി ഓടിച്ചു തരണം. അങ്ങനെ ഞാൻ കർദുംഗ്ല ഫിനിഷ് ചെയ്തു. ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്. പിന്നെ വീട് കൂടുന്നതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടെന്നേ ഉള്ളൂ. എങ്കിൽ ഞങ്ങൾ അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയും പോകേണ്ട വഴി ഇതാണ്, മൊത്തം മഞ്ഞ. ഇവിടുന്ന് ഇനി ഇറക്കിറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഒഴിവാകും. കാരണം ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ഒറ്റയടിക്കാണ് ഈ ലൈനിൽ കയറി വരുന്നത്. അത് കാരണമാണ് ഈ തലവേദനയൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പയ്യെ ഇറക്കിറങ്ങുമ്പോഴത്തേനും ആ തലവേദന പയ്യെ കുറഞ്ഞു പോകും. വീണ്ടും കയറ്റം കയറുമ്പോൾ വീണ്ടും കൂടി വരും, വീണ്ടും കുറഞ്ഞു വരും. അതാണ് ഇവിടുത്തെ സംവിധാനം.